ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിക്രമിൻ്റെയും വേദനയും ഇന്നത്തെ സൂപ്പർ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ വിക്രമിൻ്റെയും വേദയുടെയും റിയൽ വിശേഷം ഇടാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പം ഈ സമയത്ത് നമ്മൾ വിക്രമിൻ്റെയും വേദനയും റിയൽ വിശേഷം വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആദ്യം ആരംഭിക്കുന്നത് നമ്മൾ വിക്രമിൻ്റെ അച്ഛൻ ആ മാഷ് ഒരു കർഷകൻ കൂടിയാണല്ലോ. തൻ്റെ പറമ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വിക്രമിൻ്റെ അമ്മ അവിടെ ചായയുമായിട്ട് ചെല്ലുകയും അങ്ങനെ അവിടെ നമ്മുടെ വേദയെക്കുറിച്ചുള്ള ചില സംസാരമുണ്ടാകുകയാണ്. അപ്പം വിക്രമിൻ്റെ അച്ഛൻ പറയുകയാണ്, മാഷ് പറയുകയാണ്, കമലയോട് പറയാണ് ഇനി അവൾ ആ ചരട് വലിച്ചു പൊട്ടിച്ച് അവളുടെ ജീവിതത്തിൽ അവൾക്ക് സ്വന്തം ജീവിതത്തിലേക്ക് പോകത്തില്ല, സ്വന്തം വീട്ടിലേക്ക് പോയിക്കൂടായിരുന്നോ, അതിന് അത്രത്തോളം പ്രാധാന്യമുള്ളെന്ന് അവളെ മനസ്സിലാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ കൂടുതലായിട്ട് അവളെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അവൾക്ക് ഈ വീട്ടിൽ നിന്ന് പോകാൻ കഴിയത്തില്ല. നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, നമ്മൾ കരുതുന്നുണ്ട് എന്ന് കരുതി അവളുടെ ജീവിതം അവൾ തന്നെ പാഴാക്കും. നമ്മുടെ മോൻ്റെ കൂടെ നിന്ന് ജീവിക്കുവാൻ അവൾക്ക് ഒരിക്കലും പറ്റത്തില്ല. ഞാനത് അവളുടെ സ്നേഹമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് അവളുടെ ഭാവിയെ ഓർത്തുകൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ വിക്രമിൻ്റെ അച്ഛൻ ഉപദേശിച്ച് പറയുമ്പോൾ കമലയോട് പറയുകയാണ്, അവളെ പറഞ്ഞ് മനസ്സിലാക്കുവാനൊക്കെ പറയുന്ന സമയത്ത് ആ താലിക്ക് ആ ചരണം അത്ര പ്രാധാന്യമുള്ളൂ എന്ന് ഞാൻ പറയണം അല്ലേ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ കമല. അങ്ങനെ പറയണം എന്ന് പറയുകയാണ്. അത് ഒരു കാര്യം ചെയ്യും മാഷ്, ഒരു കാര്യം അവളുടെ മുൻപിൽ ഈ ചരടിന് ഇത്രത്തോളം പ്രാധാന്യമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി എൻ്റെ കഴുത്തിൽ മാഷ് കിട്ടിയിരിക്കുന്ന ഈ താലിമാല അവളുടെ മുൻപിൽ വെച്ച് ഈ ചരട് വലിച്ചു പൊട്ടിച്ച് എറിഞ്ഞു കാണിക്കണം. അപ്പോൾ അവൾക്ക് മനസ്സിലാകും ഈ താലിക്ക് ഇത്രമേ അല്ലെങ്കിൽ ഈ ചരടിന് ഇത്രയും പ്രാധാന്യമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കത്തുള്ളൂ എന്ന് പറയുകയാണ്. അത് കമലയുടെ ഒരു തന്ത്രമായിരുന്നു. അപ്പം മാഷ് ഇത് കേട്ട പേടിച്ചു പോവുക. നീ എന്താണ് ഈ പറയുന്നത് എന്ന് കമലയോട് ചോദിക്കുമ്പോൾ, മാഷേ, ആ കുട്ടിക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ താലിക്ക് ഈ ചരടിന് ഇത്രത്തോളം പ്രാധാന്യമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കണമെങ്കിൽ മാഷ് എൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഈ ചരട് വലിച്ചു പൊട്ടിച്ച് കാണിക്കണം എന്ന് പറയാം. പെട്ടെന്ന് ഞെട്ടിപ്പോവുകയാണ് നമ്മുടെ മാഷ്. നീ എന്താണ് കമല ഈ പറയുന്നത് ചോദിക്കുകയാണ്. അത് മാഷിനത് പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ കഴുത്തിൽ കെട്ടിരിക്കുന്ന ഈ താലിമാല വെറും ഇത്രയും വിലയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മാഷ് ഒന്ന് പതറിയിട്ട് പറയണം, ഇനി നമ്മുടെ 32 വർഷത്തെ പൗത്രമായ ജീവിതം അതുപോലെയാണോ 3 ആഴ്ച മാത്രം ഉള്ള നമ്മുടെ മോൻ്റെ ഈ വിവരമില്ലായ്മയുടെ ചെയ്ത ഈ താലിമാല അവളുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ചരട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമല പറയാം, അപ്പോൾ മാഷിനറിയാം ഈ താലിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നും ഈ ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ ഈ താലി വീണാൽ അതിന് എത്രത്തോളം മൂല്യമുണ്ടെന്നും മാഷിനറിയാം. അതുകൊണ്ടല്ലേ ഇത് വലിച്ചു പൊട്ടിക്കുവാൻ കഴിയത്തില്ലാതെ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ആ കുട്ടിയുടെ ജീവിതത്തിലും ആ താലിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്. വെറും ചരടായിട്ടല്ല കുട്ടി അതിനെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് മാഷിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു അനുഭവമൊക്കെയാണ്. അപ്പം എന്തായാലും മാഷ് ഇനി അവിടെ നിന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ആ സംസാരത്തിൽ നിന്ന് ഒഴിവായും ചായ ക്ലാസ് കൊടുക്കുകയും അങ്ങനെ അവിടെ നിന്ന് കമലനെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നൊരു ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. എന്തായാലും കമലയുടെ ഒരു തന്ത്രം ആയിരുന്നത്, അല്ലെങ്കിൽ തൻ്റെ മോളോട് അവളോട് ആ വേദയോട് സ്നേഹമില്ല എന്നുള്ളതല്ല, മറിച്ച് വേദയുടെ ഭാവിയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ മാഷ് ചിന്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഇന്നത്തെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണുന്നത് രസകരമാകുന്ന നിമിഷങ്ങൾ തന്നെയാണ്. നമ്മുടെ വേദ രാവിലെ സമയം 8 മണിയായി, നേരം വെളുത്ത് 8 മണിയായി. രാവിലെ എല്ലാ ദിവസവും എല്ലാവരും 6 മണിക്ക് മുമ്പ് എഴുന്നേറ്റില്ലെങ്കിൽ കമല ഓടിച്ചിട്ട് എഴുന്നേൽപ്പിക്കുന്ന ഒരു പ്രവൃത്തിയുണ്ട് വീട്ടിൽ. എന്നാൽ 8 മണിയായിട്ടും നടുമുറിയിൽ കിടന്നുറങ്ങുന്ന വേദനയാണ് കാണിക്കുന്നത്. വേദന കാണിക്കുമ്പോൾ നമ്മുടെ മൂത്ത ചേർത്തിയുണ്ടല്ലോ, നമ്മുടെ ഇച്ചിരി കുശുമ്പിയാണ് കേട്ടോ, നമ്മുടെ നന്ദിനി വരുമ്പോഴത്തേക്ക് തന്നെ കൊതുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് സുഖമായിട്ട് 8 മണിയായപ്പോൾ മുറിയിൽ കിടന്ന് ഉറങ്ങുന്ന വേദനയാണ് കാണുന്നത്. അവള് കൊതുകുതിരിയൊക്കെ കത്തിച്ച് സുഖിച്ച് കിടന്ന് ഉറങ്ങുക. ഇവിടെ നമ്മൾ 6 മണിക്ക് മുമ്പ് താമസിച്ചെങ്ങാനും എഴുന്നേറ്റ് അമ്മ നമ്മളെ ഓടിച്ചിട്ട് എഴുന്നേൽപ്പിക്കുന്ന അവളുടെ ഒരു കിടപ്പ് കണ്ടില്ലേ എന്ന് ചോദിക്കുക. അങ്ങനെ നന്ദിനിയുടെ അടുക്കിലേക്ക് നമ്മുടെ ശ്രീയുടെ രണ്ടാമത്തെ ഏട്ടത്തിയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നുകയും ഈ കാര്യങ്ങൾ പറയുകയും ചെയ്യും. അപ്പം രണ്ടാമത്തെ ചേട്ടത്തി അല്പം വേദിയുടെ സ്നേഹവും അല്ലെങ്കിൽ അല്പം ബഹുമാനമൊക്കെ ഉള്ളൊരു പെൺകുട്ടിയാണോ. അപ്പം
അവൾ പറയുകയാണ് നമ്മുടെ രണ്ടാമത്തെ ഏട്ടത്തി ശ്രീജ പറയുകയാണ്, ആ കുട്ടിക്ക് വളരെ ക്ഷീണം ഉണ്ടായിരിക്കും, രാത്രി ചിലപ്പോൾ ഉറങ്ങിക്കാണിയല്ല, രാവിലെയൊക്കെ ആയിരിക്കും കിടന്നുറങ്ങിയത്, അതിൻ്റെ ക്ഷീണത്തിൽ കിടക്കുകയാണ് എന്ന് പറയും. അപ്പോൾ മറ്റേ നന്ദിനി പറയാട്ടോ, നമ്മളിവിടെ 6 മണി കഴിഞ്ഞ് എങ്ങാനും എഴുന്നേൽക്കാൻ അല്പം താമസിച്ച് അമ്മയുടെ വായിലിരിക്കുന്ന എല്ലാം കേൾക്കേണ്ടതാണ്, അവൾ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് എന്ന് പറയുകയും എത്രയും വേഗം അവളെ എഴുന്നേൽപ്പിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ഒരു രസകരമാകുന്ന എന്തായാലും നന്ദിനി അല്പം വേദിയോട് അല്പം കുശുമ്പൊക്കെ കാണിക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും രണ്ടുപേരും വന്ന് വേദയെ എഴുന്നേൽപ്പിക്കുന്നു. അയ്യോ സമയം പോയത് അറിഞ്ഞില്ല, നേരത്തെ വിളിക്കണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ച് നമ്മുടെ സ്ത്രീയോട് വേദ ചോദിക്കുകയും എന്തായാലും മോളിപ്പോൾ പോയി ഫ്രഷായി വരാൻ പറഞ്ഞ് നമ്മുടെ സ്ത്രീയ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് വിടുന്ന ഒരു ഭാഗമാണ്, സ്നേഹത്തോടു കൂടി എഴുന്നേൽപ്പിച്ച് വിടുന്നു. അപ്പോൾ പെട്ടെന്ന് പിന്നീട് കാണുന്ന നമ്മുടെ വിക്രം രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിൽ നിന്ന് കുളിക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷമാണ്. അതായത് ഈ രാവിലത്തെ കുളി എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക്കാന്നൊക്കെ പറഞ്ഞാണ് പാട്ടൊക്കെ പാടി നിന്ന് കുളിക്കുന്ന സമയത്ത് ബാത്റൂമിൻ്റെ പുറത്തുനിന്ന് അടിക്കുന്ന ശബ്ദം, കഥകിൽ അടിക്കുന്ന ശബ്ദമാണ് വിക്രം കേൾക്കുന്നത്. ആരാ എന്ന് ചോദിക്കുക വിക്രം, അപ്പം മിണ്ടുന്നില്ല. അപ്പോൾ വിക്രമാണ് എന്ന് മനസ്സിലാക്കി വളരെ വലിച്ച് അടിക്കുന്ന നമ്മുടെ വേദനയെ കാണുന്നുണ്ട്. വേദ വലിച്ചടിക്കുമ്പോൾ ഇത് ആരാ അമ്മയെന്നൊക്കെ വിളിക്കുന്നുണ്ട് നമ്മുടെ വിക്രം, അമ്മയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ അതിനൊന്നും പ്രതികരണമില്ല. പെട്ടെന്ന് പ്രതികരണമില്ലാതെ ഈ ശബ്ദം കേട്ട് അരോചകത്വം തോന്നിയ വിക്രം തുറന്നു നോക്കുമ്പോൾ വേദ മുൻപിൽ നിൽക്കുന്നത്. നീ ആയിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വാദക്കിൽ നിന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേദ വിക്രമ വലിച്ച് വെളിയിലേക്ക് തള്ളിയിടുന്ന ഒരു ഭാഗമാണ്. നേരെ വാട്ടർ ടാങ്കിന് അങ്ങോട്ട് മുഞ്ഞും കുത്തി അല്ലെങ്കിൽ മുഖം കുത്തി കൈയും കുത്തി നിൽക്കുന്ന ഒരു ഭാഗമൊക്കെ കാണാം. പെട്ടെന്ന് വേദ ബാത്റൂമിൽ കയറിയും കഥ കടക്കുകയും ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് വിക്രം ഒച്ചപ്പാട്, നീ എന്നാണ് ഈ കാണിച്ചതെന്ന് ചോദിച്ചാൽ ഒച്ചപ്പാടുണ്ടാക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് നമ്മുടെ നന്ദിനി വരികയാണ്. അപ്പം പെട്ടെന്ന് ഈ ബിസിനസ് മൈൻഡ് മാത്രമുള്ള ഒരു പ്രയോജനമില്ലെങ്കിലും ബിസിനസ് മൈൻഡ് മാത്രമുള്ള നന്ദിനിയുടെ ഭർത്താവ് അല്ലെങ്കിൽ വിക്രമിൻ്റെ ചേട്ടൻ അവിടെ ഇങ്ങനെ കോടികളുടെ ബിസിനസ്സിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. പെട്ടെന്ന് നന്ദിനി വന്ന്, നിങ്ങൾ എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക, അവിടെ ഒച്ചപ്പാട് കേൾക്കുന്നില്ലേ എന്ന്, അവിടെ നടക്കുന്ന ഒച്ചപ്പാടും ബഹളവും ഒന്നും കാണുന്നില്ല എന്ന് ചോദിക്കുക. അപ്പോൾ പെട്ടെന്ന് വിക്രമിൻ്റെ ചേട്ടൻ നോക്കുമ്പോൾ ബാത്റൂമിൻ്റെ വെളിയിൽ കിടന്ന് വിക്രം ഒച്ചപ്പാടുണ്ടാക്കിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വേദയാണ് എന്നുള്ളത് നന്ദിനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ്. അവിടെ നോക്കി അവനെ തുണിയില്ലാതെ അവിടെ നിർത്തിയിട്ട് അവൾ അകത്ത് കയറി നിൽക്കുകയാണ് എന്ന് പറയുകയാണ്. ഇന്ന് അവനെ തുണിയില്ലാതെ നിർത്തിയെങ്കിൽ നാളെ നിങ്ങളെങ്ങാനും തുണിയില്ലാതെ നിർത്തുമോ മനുഷ്യൻ നോക്കും. പെട്ടെന്ന് രസകരമായ രീതിയിൽ ചിന്തിക്കുന്ന നമ്മുടെ വിക്രമിൻ്റെ ചേട്ടനെ അയ്യോ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഇതിനിടയിൽ നമ്മുടെ നന്ദിനിയും ശ്രീയും അങ്ങനെ എല്ലാവരും കൂടുന്ന ഒരു ഭാഗം അവിടെ എത്തുകയും അങ്ങനെ ബാത്റൂമിൻ്റെ വെളിയിൽ വരുന്ന വേദ വിക്രമിനെ കളിയാക്കി അവിടുന്ന് പുച്ഛത്തോടു കൂടി പോകുന്ന ഒരു രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ കാണാം. അതിനുശേഷം കാണുന്നത് നമ്മുടെ വിക്രമിൻ്റെ അച്ഛൻ പണി സ്ഥലത്ത് നിന്ന് കയറി വരുന്ന സമയത്ത് നമ്മുടെ ഈ വിക്രമിൻ്റെ ചേട്ടൻ തന്നെ ഇങ്ങനെ കോടികളെക്കുറിച്ചുള്ള ബിസിനസ്സിനെ കുറിച്ച് ഫോൺ വിളിച്ചു കൊണ്ടുവരുന്നതും ഒക്കെ രസകരമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഇന്നത്തെ എപ്പിസോഡ് കാണാൻ കഴിയുമോ. അതിനുശേഷമാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ വിക്രമിൻ്റെ അതിനിടയിൽ നമ്മുടെ വിക്രം വേദയ്ക്ക് കൊണ്ട് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്, സഹോദരി അല്ലെങ്കിൽ ഏട്ടത്തെ കൊണ്ട് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും കുടിക്കാതെ നിൽക്കുന്നതൊക്കെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണാം. അതിനുശേഷം ഏറ്റവും ട്വിസ്റ്റ് എന്ന് പറയുന്ന അവസാന സമയത്ത് നമ്മുടെ വേദയുടെ മുത്തശ്ശിയും വേദയുടെ അമ്മയും വിക്രമിൻ്റെ വീട്ടിൽ വേദയെ കാണുവാൻ വേണ്ടി എത്തുന്ന ഒരു ഭാഗമാണ്. വിക്രം അപ്പോൾ വെളിയിൽ പോകുവാൻ വേണ്ടി റെഡിയായി വരുമ്പോഴാണ് വേദയുടെ അമ്മയും വിലിയമ്മയും കൂടെ മുൻപിൽ വന്നിരിക്കുകയും അവരോട് കെഞ്ചി പറയുവാണ്. ഓടിച്ചെന്ന് വേദയുടെ മുത്തശ്ശിയല്ലേ എന്ന് ചോദിച്ച് ഓടിച്ചെല്ലുകയും അതേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാലിൽ വീഴ് ക്ഷമ ചോദിക്കുകയാണ്, ക്ഷമയിലൊക്കെ അപേക്ഷിക്കുകയാണ് നമ്മുടെ വിക്രം. അപ്പോൾ പെട്ടെന്ന് എന്താ മോനെ നീ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഇത് ബഹുമാനം കൊണ്ടൊന്നും അല്ല, എന്നെ ഒന്ന് രക്ഷിക്കണം. വിക്രം പറയാട്ടോ, എന്നെ രക്ഷിക്കണം, നിങ്ങളുടെ മോളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകാമോ, എനിക്കിത് സഹിക്കാൻ പറ്റില്ല, ഞാനൊരു പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവിട്ടതല്ലേ, വീണ്ടും അവിടെ വന്നിരിക്കുകയാണ്, ആ വേതാളത്തെ എങ്ങനെയെങ്കിലും ഇന്ന് രക്ഷിക്കാമോ, എൻ്റെ നിന്ന് രക്ഷിക്കാമോ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറം ഞാൻ സഹിച്ച് എനിക്കൊരു രക്ഷയുമില്ല എന്നൊക്കെ പറഞ്ഞ് വിക്രമിൻ്റെ അമ്മയോടും വിക്രമല്ല വേദയുടെ അമ്മയോടും വിലിയമ്മയോടും ആ കേണപേക്ഷിക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ കാണാം. അതിനുശേഷം വിക്രം ആ മാപ്പവശയെ കഴിഞ്ഞിട്ട് തൻ്റെ ബൈക്കും എടുത്ത് വെളിയിലേക്ക് പോകുന്നു. ഈ സമയത്ത് പെട്ടെന്ന്
വിക്രമിൻ്റെ അച്ഛൻ വരികയും അച്ഛൻ വന്ന് പെട്ടെന്ന് ഇവരെ കാണുമ്പോൾ നിങ്ങൾ എന്താണ് ഇവിടെ നിൽക്കുന്നത്, കയറി വരാൻ പറഞ്ഞ് ബഹുമാനത്തോടു കൂടി, അല്ലെങ്കിൽ മാഷാണല്ലോ, അപ്പോൾ ആ ഒരു ആ മുത്തശ്ശേരിയും വേദയുടെ അമ്മേനെയും വളരെ സ്നേഹത്തോടു കൂടി അകത്തേക്ക് ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ വേദ ഇവർ വന്ന് നിൽക്കുന്നതൊക്കെ കാണുകയും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്ന രസകരമായ നിമിഷമുണ്ട്. ഈ സമയത്താണ് വിക്രമിൻ്റെ അച്ഛൻ വരുന്നത്. വിക്രമിൻ്റെ അച്ഛൻ വന്ന് രണ്ടുപേരെയും അതിഥികളെ പോലെ തന്നെ അകത്തേക്ക്, വേദയോട് കാണിച്ച മര്യാദയല്ലോ, അതിലുപരി നല്ലൊരു റെസ്പെക്റ്റോടും ബഹുമാനത്തോടും കൂടി അതിഥിയായിട്ട് തന്നെ ഇരുവരെയും അകത്ത് ക്ഷണിക്കുകയും, അങ്ങനെ ഇത് കാണുമ്പോൾ നമ്മുടെ വിക്രമിൻ്റെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നുണ്ടല്ലോ. എന്തായാലും നല്ല ബഹുമാനത്തോടു കൂടി അകത്തേക്ക് ക്ഷണിച്ച് അകത്ത് ചെല്ലുമ്പോൾ വേദയുടെ ബാഹ്യ നടുമുറിയിൽ നിലത്തിരിക്കുകയും ഒരു പുതപ്പ് അല്ലെങ്കിൽ ഒരു ബെഡ്ഷീറ്റ് കിടക്കുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ വേദയുടെ അമ്മ ചോദിക്കുകയാണ്, അപ്പോൾ മോളുടെ ബാഹ്യല്ലേ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വേദയും അത് കാണുകയാണ്. അതെ അമ്മയെന്ന് പറയുകയാണ്. അപ്പം മോളുടെ സ്ഥാനം ഇവിടം വരെയേ ഉള്ളൂ അല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്, ഒന്ന് ചമ്മുന്നുണ്ട്. വേദ അത്രയും സമ്പന്നയായ പെൺകുട്ടി നടുമുറിയിൽ നിലത്ത് കിടക്കുന്ന ഒരനുഭവത്തിൽ വരെ എത്തിയല്ലോ എന്ന് വേദയുടെ അമ്മ ചോദിക്കുമ്പോൾ അതിന് മറുപടിയില്ലാതെ നിൽക്കുന്ന വേദയും അതുപോലെ വിക്രമിൻ്റെ വീട്ടുകാരെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും നമ്മുടെ ഈ റിയൽ വിശേഷം പുതിയ കഥകളായതുകൊണ്ട് ആയി വരുന്നതേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് മാക്സിമം തെറ്റുകുറ്റങ്ങൾ കാണും, എല്ലാവരും പേരുകൾ പറയുവാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയുണ്ട്. എന്തായാലും വരും ദിവസം മുതൽ ഈ റിയൽ വിശേഷം രാവിലെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ റിയലായിട്ട് തന്നെ ഇടുന്നതായിരിക്കും. അപ്പം വീണ്ടും നിങ്ങളുടെ വലിയൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.